ബജറ്റ് പ്രഖ്യാപനത്തിന് ഇനി 10 മിനിറ്റ് കൂടി ബാക്കിയില്ല. 11 മണിക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും. വലിയ പ്രതീക്ഷകളുണ്ട്. തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ച് കർഷകർക്കും നാരീശക്തിക്ക് ഊന്നൽ നൽകുന്നുവെന്നാണ് സൂചനകൾ. അപ്പോൾ ആ രീതിയിൽ സ്ത്രീകൾക്കും കർഷകർക്കും എന്തൊക്കെ വാരിക്കോരി നൽകും, അതോടൊപ്പം തന്നെ ആദായ നികുതിയിലൊക്കെ എന്തൊക്കെ സ്ലാബുകളിൽ എന്തെങ്കിലും മാറ്റം വരുമോ, പുതിയ സ്ലാബുമായി ബന്ധപ്പെട്ട ആളുകളെ അതിലേക്ക് ആകർഷിക്കാനുള്ള എന്തൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുവരും, അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വലിയ കാത്തിരിപ്പിലാണ്, വലിയ ആകാംക്ഷയിലാണ്. ഡൽഹിയിൽ നിന്ന് ബസന്തും ബി ബാലഗോപാലും തുടരുന്നുണ്ട്. ബാലു, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ചിത്രം, അതായത് ദഹി ചീനി നൽകുന്ന ആ ചിത്രം, മധുരം നൽകി നല്ല കാര്യത്തിന് പറഞ്ഞയക്കുന്ന ആ ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു പരമ്പരയാണ് ഉത്തരേന്ത്യയിലെ. തീർച്ചയായും ആര്യ, ഉത്തരേന്ത്യയിൽ ഉള്ളവർക്ക്, സ്ഥിരതാമസമുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്. ഇത് ഏതൊരു ശുഭകാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ പരീക്ഷകൾക്കും മറ്റും എഴുതാൻ വേണ്ടി പോകുമ്പോൾ കുട്ടികൾക്കും മറ്റും അമ്മമാരും ഒക്കെ ഈ തൈരിൽ പഞ്ചസാര ഇട്ട് നൽകുന്ന, അത് എന്നിട്ട് സ്പൂണിൽ നൽകുന്ന ഒരു ചടങ്ങാണ്. അതിനാണ് ദഹി ചീനി നൽകുന്നുവെന്ന് ഇവർ പറയുന്നത്. അത് അവരുടെ വിശ്വാസപ്രകാരം, ഉത്തരേന്ത്യക്കാരുടെ വിശ്വാസപ്രകാരം അങ്ങനെ നൽകുകയാണെങ്കിൽ മികച്ച രീതിയിൽ ഈ പരീക്ഷകളും മറ്റും എഴുതാൻ വേണ്ടി കഴിയും. അതുപോലെ നല്ല റിസൾട്ട് കിട്ടും. ഇതൊക്കെയാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗം. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിലെത്തിയ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് രാവിലെ ഈ ദഹി ചീനി അഥവാ തൈരിൽ പഞ്ചസാരയിട്ട് സ്പൂണിൽ നൽകുന്ന ഈ ചടങ്ങ് നടത്തിയത്. സമീപകാലത്തൊക്കെ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ധനകാര്യമന്ത്രിക്ക് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് പോകുമ്പോൾ ഈ ദഹി ചീനിയൊക്കെ നൽകുന്നത്. ഞാനൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം ഈ പല ഉത്തരേന്ത്യൻ വീടുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുട്ടികൾക്കും മറ്റും ഈ പരീക്ഷ എഴുതാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ ഈ നൽകുന്ന ഇത്തരത്തിൽ ഈ ആചാരം സ്വാഭാവികമായും ഒരു പരീക്ഷ എന്നുള്ള രീതിയിൽ ആയിരിക്കാം എന്ന്, അതായത് അത്രത്തോളം മനോഹരമായി ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ധനകാര്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷയോട് കൂടിയാകാം രാഷ്ട്രപതി ഇത്തരത്തിലൊരു ആചാരം രാവിലെ നടത്തി, ആചാരത്തിൻ്റെ ഭാഗമായി ഇത്തരം ഈ ദഹി ചീനി നൽകിയതെന്ന് വേണം കരുതപ്പെടേണ്ടത്. തുടർന്ന് ഈ രാഷ്ട്രപതിയിൽ നിന്ന് ദഹി ചീനി ഏറ്റുവാങ്ങിയതിന് ശേഷം നിർമ്മലാ സീതാരാമൻ പാർലമെന്റിലെത്തുകയും തുടർന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ഈ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ ഈ ധനകാര്യമന്ത്രി പാർലമെന്റിലെത്തും. തുടർന്ന് കൃത്യം 11 മണിക്ക് തന്നെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6ാമത്തെ ബഡ്ജറ്റ് പ്രസംഗം പാർലമെന്റിൽ ആരംഭിക്കുന്നതായിരിക്കും. ശരി, ബാലു പറഞ്ഞതുപോലെ നല്ല കാര്യമാണ്. എല്ലാവർക്കും നല്ല പ്രഖ്യാപനങ്ങൾ, എല്ലാവർക്കും ആശ്വാസം നൽകുന്ന നല്ല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കൂടി, കൃത്യം 11 മണിക്ക് തന്നെ ബജറ്റ് അവതരിപ്പിക്കും. ഇടക്കാല ബജറ്റാണ് 2ാം മോദി സർക്കാരിന്റെ. 1ാം മോദി സർക്കാർ ഇടക്കാല ബജറ്റ് ആയിരുന്നുവെങ്കിലും അത് ഒരു ഫുൾ ബജറ്റിന് സമാനമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടാകില്ല, ഇത് ഇടക്കാല ബജറ്റ് തന്നെ ആയിരിക്കുമെന്ന സൂചന നിർമ്മലാ സീതാരാമനും പ്രധാനമന്ത്രിയും ഒക്കെ നൽകിയതാണ്.